അവിടെ നോ എന്ന് പറഞ്ഞാൽ നോ ആണ്. അവർക്ക് വേണ്ടത് ഒരുപാട് എക്സ്പോസ് ചെയ്യുന്ന നായികയെ. മലയാളികളുടെ പ്രിയപ്പെട്ട നടിയാണ് മമത മോഹൻദാസ്. മലയാളത്തെ കൂടാതെ തെലുങ്കിലും തമിഴിലും സജീവമായ താരം, ഗായിക കൂടിയാണ്. ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് മമതയ്ക്ക് സിനിമാ ജീവിതത്തിൽ നിന്നും കുറച്ച് ഇടവേള എടുക്കേണ്ടി വന്നു. സുഖം പ്രാപിച്ചതിനു ശേഷം ശക്തമായ തിരിച്ചുവരവാണ് താരം സിനിമയിൽ നടത്തിയത്. അതിനിടയിലും സിനിമാ ജീവിതത്തിലും ഉണ്ടായ മോശം അനുഭവങ്ങൾ തുറന്നു പറയാനും മമത മടി കാണിച്ചിട്ടില്ല. അടുത്തിടെ ഒരു തമിഴ് ചാനലിന് താരം അനുവദിച്ച അഭിമുഖമാണ് ഇപ്പോൾ സിനിമാ ലോകത്ത് ചർച്ചയാകുന്നത്. സിനിമാ രംഗത്ത് കൂടുതൽ മാറ്റങ്ങൾ വരണമെന്ന് മമത പറഞ്ഞു. എനിക്കറിയാവുന്ന ഒരു പ്രൊഡക്ഷനിൽ നിന്നും 2 വർഷം മുൻപ് ഒരു സിനിമയ്ക്കായി വിളിച്ചു. അതിനായി ഞാൻ ഏറെ ദൂരത്ത് നിന്നാണ് പോയത്. അത് തമിഴിലേക്ക് ഒരു റീ എൻട്രി ആവുമെന്ന് കരുതി. എല്ലാ കാര്യങ്ങളും മാറ്റിവെച്ച് ആ മീറ്റിങ്ങിന് പോയി. 6 മാസത്തിന് ശേഷം ആ വ്യക്തി എന്നെ മറ്റൊരു സിനിമയിലേക്ക് വിളിച്ചു. എന്റെ ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷൻ വാർത്ത പത്രത്തിൽ കണ്ടതിനു ശേഷമാണ് അയാൾ വിളിച്ചത്. അന്നത്തെ സിനിമയുടെ കാര്യം എന്താ എന്ന് ഞാൻ അയാളോട് ചോദിച്ചു. ആ സിനിമ ഇപ്പോൾ പോസ്റ്റ് പ്രൊഡക്ഷനിലാണ് ഉള്ളതെന്ന് പറഞ്ഞു. നിങ്ങൾ അത് പ്രൊസീഡ് ചെയ്തോ, ആരെ വെച്ച് സിനിമ ചെയ്തെന്ന് ഞാൻ ചോദിച്ചു. ഒരാളുടെ പേര് പറഞ്ഞു. 9 വർഷത്തോളമായി ഞാൻ US-ലാണ് താമസിക്കുന്നത്. അവിടെ നോ എന്ന് പറഞ്ഞാൽ നോ ആണ്, വ്യക്തമായി പറയും. എന്തുകൊണ്ട് മാന്യമായി റിജക്റ്റ് ചെയ്തുകൂടെന്ന് എനിക്ക് തോന്നി. ഇവിടെ നോ പറയാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഇത്തരം മാറ്റങ്ങൾ സിനിമാ രംഗത്ത് വരണം. തെലുങ്കിലെ ഒരു സിനിമയിൽ നിന്നും എനിക്ക് അവസരം നഷ്ടപ്പെട്ടു. ഷൂട്ട് തുടങ്ങുന്നതിന് 4 ദിവസം മുൻപാണ് എന്നെ അതിൽ നിന്നും മാറ്റിയത്. ഒരുപാട് എക്സ്പോസ് ചെയ്യുന്ന നായികയായിരുന്നു അവർക്ക് ആവശ്യം. എനിക്കത് സാധിക്കില്ലെന്ന് ഞാൻ അവരെ അറിയിച്ചു. പക്ഷെ അതൊന്നും എന്നെ ബാധിച്ചിരുന്നില്ല. ജീവിതത്തിലുണ്ടായ പ്രതിസന്ധികൾ കാരണം ഇത്തരം ചെറിയ പ്രശ്നങ്ങളൊന്നും എന്നെ ബാധിക്കാതെ വന്നു, മമത പറഞ്ഞു. വിജയ് സേതുപതി നായകനായി അടുത്തിടെ തിയേറ്ററുകളിലെത്തിയ മഹാരാജയാണ് മമതയുടെ പുതിയ ചിത്രം. മഹാരാജയ്ക്ക് മികച്ച പ്രതികരണങ്ങളാണ് ലഭിച്ചത്. 2023 റിലീസ് ചെയ്ത ലൈവ് ആണ് മമത അഭിനയിച്ച അവസാനത്തെ മലയാള ചിത്രം.